ഹായ്, വി ആർ ഫാമിലിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓർക്കുന്നു, ഇപ്പം നമ്മൾ ഈ കോവിഡ് കാലത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഒത്തിരി ആൾക്കാരോട് സംസാരിക്കുമ്പോൾ എല്ലാവരും ഏറ്റവും അധികം വിഷമിക്കുന്ന ഒരു സമയമാണ്. ആ വിഷമത്തിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും ജീവിക്കാനായിട്ട് ഇപ്പൊ ലോക്ക്ഡൗൺ വന്നപ്പോൾ പോലും എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം ഒരു മിനിമൽ ജീവിതമാണെങ്കിൽ, ഒരു മിനിമം കാര്യങ്ങളിലൊക്കെ ജീവിക്കാൻ പറ്റുവാണെങ്കിൽ വളരെ സന്തോഷമായിട്ട് മക്കളോടൊന്നിച്ച് കുടുംബത്തോടൊന്നിച്ച് സ്നേഹിച്ച് സന്തോഷിച്ച് ജീവിക്കാൻ പറ്റുന്നു. പക്ഷെ ഈ സന്തോഷമൊക്കെ ആൾക്കാരുടെ പോയത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ആദിയും വ്യാധിയും ഒക്കെ വന്നത് അവർക്കുണ്ടായ കടമാണ്. പല സമയത്തും കടത്തിന്റെ ഇൻട്രസ്റ്റിന്റെ പെരുക്കലും ഒക്കെയാണ് ഈ ഒരു ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ പോലും ആൾക്കാരെ ഏറ്റവും കൂടുതൽ ഉറങ്ങാനായിട്ട് ഒന്നും പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കടം എന്താണ് കടം, എങ്ങനെ കടത്തിൽ നിന്ന് നമ്മൾക്ക് പുറത്ത് കിടക്കാം എന്നൊക്കെയുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ വിചാരിക്കുന്നത്. അതിൻ്റെ മേജറായിട്ടുള്ള റീസൺ തന്നെ നിങ്ങൾക്കറിയാം. ഇപ്പം ഞാനും 10, 25, 26 വർഷമായിട്ട് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്നിട്ട് ബിസിനസ് ചെയ്തൊക്കെയാണ് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി കടം ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു കടം എടുത്തതും ആ കടം അടച്ചു തീർത്തതും എഗെയിൻ എൻ്റെ കൂടെ ഒത്തിരി അധികം ആൾക്കാർ, കൂട്ടുകാർ, ഫ്രണ്ട്സ് ഉണ്ട്, എഗെയിൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഞാനിങ്ങനെ കണ്ടേക്കുന്ന ഫാമിലിയിലെ ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഓരോ ആൾക്കാരുമായിട്ട് എനിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഈ ഒരു കടത്തെ പറ്റിയുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ലോവർ ക്ലാസ് ആൾക്കാരെ സംബന്ധിച്ച് അവരെപ്പോഴും അവരുടെ അവകാശം പോലെയാണ് കടം വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും അവരുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ കാണിച്ചു തരുന്ന ആ ഒരു മെത്തേഡായിരിക്കാം അവരെ സംബന്ധിച്ച് എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഒരു കടം വാങ്ങിയിട്ട് ചെയ്യണം എന്നുള്ള രീതിയിലേക്കാണ് അവരുടെ തോട്ട് പ്രോസസ്സ് തന്നെ പോവുക. അപ്പൊ അതുകൊണ്ട് അതാണ് ആദ്യം മാറ്റുന്നത്. കാര്യം കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിലുള്ള കടമുണ്ട്. ഒന്ന് ഗുഡ് ഡെപ്റ്റും ബാഡ് ഡെപ്റ്റും. അപ്പൊ അത് നമ്മൾ തിരിച്ചറിയണം. നമ്മളെ സംബന്ധിച്ച് കടം വാങ്ങുന്നത് ഒരു തെറ്റായ കാര്യമൊന്നുമല്ല. തീർച്ചയായിട്ടും കടം വാങ്ങാം, നമുക്ക് ആവശ്യത്തിന് കടം വാങ്ങുക എന്നുള്ളത് നമ്മുടെ അവകാശം തന്നെയാണ്. പക്ഷേ ബാഡ് ഡെപ്റ്റ് നമ്മളെ സംബന്ധിച്ച് അത് നമ്മളെ കൊണ്ട് പോകും. അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മളെപ്പോഴും ഒരു ജീവിതത്തിൽ ഒരു മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഗുഡ് ഡെപ്റ്റ് ആണോ ബാഡ് ഡെപ്റ്റ് ആണോ നമ്മൾ ചെയ്തുകൊണ്ട് പോകുന്നത് എന്നുള്ള ആദ്യമേ നമ്മൾ അറിയണം. എന്താണ് ഈ ഗുഡ് ഡെപ്റ്റ്? ഗുഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ തൊഴിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കടമെടുത്തിട്ടുണ്ട്. പക്ഷെ ആ കടം ഞാൻ ഒരിക്കലും വണ്ടിക്കോ വേറെ കാര്യങ്ങൾക്ക്, വണ്ടി മേടിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വീട് വയ്ക്കാൻ വേണ്ടിയിട്ടോ അതൊക്കെ മാറ്റി കൺവേർട്ട് ചെയ്തിട്ട് ബിസിനസ് ചെയ്യാനായിട്ട് കാശില്ലാതെ വരികയാണെങ്കിൽ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ കാശ് എടുത്തിട്ട് അങ്ങനെയുള്ള ആക്ടിവിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ബാഡ് ഡെപ്റ്റ് ആയിട്ട് മാറും. അപ്പം നമ്മളൊരു തൊഴിലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടം വാങ്ങുന്നത് ഒരിക്കലും ബാഡ് ഡെപ്റ്റ് അല്ല. പക്ഷെ ആ ഒരു ഇൻകത്തെ നമ്മൾ മാറ്റി ഡൈവേർട്ട് ചെയ്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്രൈം തന്നെയാണ്. അപ്പം അങ്ങനെ അത് മനസ്സിലാക്കാം. എഗെയിൻ നമ്മൾ ശരിക്കും ഒരു ടൂർ പോകാൻ വേണ്ടിയിട്ട് കടം വാങ്ങുവാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ബാഡ് ഡെപ്റ്റാണ്. അല്ലെങ്കിൽ തന്നെ ഇപ്പം നമ്മൾക്ക് ഇപ്പോൾ പ്ലാസ്റ്റിക് മണിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്രെഡിറ്റ് കാർഡുകൾ വന്നപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഇങ്ങനെ പർച്ചേസ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഭയങ്കര കൂടിയിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ ഓരോ സാധനം വാങ്ങാൻ പോകുമ്പോൾ ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ പോവുക. അതിനിപ്പോൾ നമ്മൾ ഓരോ സാധനം വാങ്ങുമ്പോഴും നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. കാരണം ഈ സാധനങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്ന ക്യാഷുമായിട്ട് ഇത് മതിയാവുമോ എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ പ്ലാസ്റ്റിക് മണി വന്നപ്പോഴത്തേക്കുള്ളൊരു അപകടം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ വാങ്ങുന്ന രീതിയിലേക്ക് ഈ പ്ലാസ്റ്റിക് മണി നമ്മളുടെ ഒരു സംസ്കാരത്തെ മാറ്റിയിട്ടുണ്ട്. കാശ് കൊടുത്ത് നമ്മൾ സാധനം മേടിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഈ ഒരു കാര്യം കാശ് അങ്ങനെ എണ്ണി കൊടുത്ത് നമ്മൾ
പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കതൊരു പെയിൻഫുള്ളും കൂടിയാണ്. കാരണം നമ്മളൊരു ഹാർഡ് ഏൺ ആയിട്ടുള്ള മണി ആവശ്യമില്ലാത്തൊരു കാര്യത്തിലേക്ക് നമ്മുടെ പേഴ്സിൽ നിന്ന് അങ്ങ് എടുത്തു കൊടുക്കുമ്പോൾ നമുക്ക് സങ്കടം വരും. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഇങ്ങനെ റീതിങ്ക് അത് വേണോ വേണ്ടേ. അപ്പം നമ്മൾക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങുക എന്ന് പറയുന്നത് സത്യത്തിലൊരു നല്ല കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് വാങ്ങാനുള്ള ടെൻഡൻസി ഭയങ്കരമായിട്ട് കുറയും. അഗെയിൻ അപ്പോൾ പ്ലാസ്റ്റിക് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൂടുതലും കടക്കടിയിലേക്ക് കൊണ്ടിടും. ഈ ക്രെഡിറ്റ് കാർഡ് കൊടുത്ത് സാധനം വാങ്ങി, ഒരു ലാപ്ടോപ്പ് വാങ്ങി, ആ ലാപ്ടോപ്പ് വാങ്ങിയത് സത്യത്തിൽ ലാപ്ടോപ്പ് ആവശ്യമില്ല എങ്കിലും ഒരു പുതിയ ലാപ്ടോപ്പ്, പഴയ ലാപ്ടോപ്പ് ഉണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ ഒരു പുതിയ ഓഫറൊക്കെ വന്നു. അപ്പോൾ ഒരു ലാപ്ടോപ്പ് വാങ്ങിയേക്കാൻ വിചാരിച്ചിട്ട് ഫ്രണ്ടിൻ്റെ കൂടെ പോയതാണ്. അപ്പോൾ ഞാനൊരു ലാപ്ടോപ്പ് വാങ്ങിയിട്ട് വന്നു. ഈ ലാപ്ടോപ്പ് വാങ്ങിയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കറക്റ്റ് ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു ഗുണമുണ്ട്. കറക്റ്റ് ടൈമിൽ തന്നെ കാശ് അടയ്ക്കാനുണ്ടെങ്കിൽ വേറെ ഒരു കുഴപ്പമില്ല. പക്ഷേ ആ കറക്റ്റ് ടൈമിൽ ക്യാഷ് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊരു കെണിയായിട്ട് മാറും. കാണിച്ചതിൻ്റെ ഇൻട്രസ്റ്റ് നേരെ എത്ര പെർസെൻറ്റേജ് ആകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന പെർസെൻറ്റേജിലേക്ക് മാറും. കാര്യം 24 30 ഒക്കെ ആയിട്ട് അതിങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് മാറും. അപ്പോൾ ഈ പ്ലാസ്റ്റിക് മണി നമ്മൾ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവയെ നല്ല രീതിയിൽ മനസ്സിലാക്കി ഉപയോഗിക്കുന്ന ലെവലിലേക്ക് വർക്ക് ചെയ്യും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു എന്താണ് ഗുഡ് ഡെപ്റ്റ് ബാഡ് ഡെപ്റ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് ആവശ്യമില്ലാത്തൊരു ലക്ഷറീസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കടം വാങ്ങി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബാഡ് ഡെപ്റ്റാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് വാങ്ങുന്ന കാര്യങ്ങൾ ഒന്നുകൂടി ഇങ്ങനെ റീകളക്ട് ചെയ്യാം. ആവശ്യമുണ്ടോ, ആവശ്യമില്ലെങ്കിൽ അത് ഫിൽറ്റർ ചെയ്തൊക്കെ മാറ്റാം. ശരിക്കും ബിസിനസ്സിന് വേണ്ടിയിട്ട് ക്യാഷ് എടുത്തു, അത് ബിസിനസ്സിൽ തന്നെ ചെലവഴിക്കാനായിട്ട് നോക്കുക. അതിന് ഇൻകം ഉണ്ടാക്കാനായിട്ട് ഡെയിലി വൈസ് ഫോക്കസ് ചെയ്ത് തന്നെ ഇൻകം ഉണ്ടാക്കണമെന്ന് ഉറപ്പുവരുത്താനുള്ളൊരു മെക്കാനിസം ബിസിനസ് ചെയ്യുന്ന ഓരോ ആൾക്കാരും ശ്രദ്ധിക്കുക. കാര്യം നമ്മളിപ്പോൾ ബിസിനസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 30-ാം തീയതി ആകുമ്പോഴത്തേക്കും നമ്മളെ സംബന്ധിച്ച് ഒരു ഇൻകം വന്നു നോക്കലല്ല ചെയ്യുക. നമ്മൾ ആ 30 ഡേയ്സിനെ കറക്റ്റ് ഓരോ ദിവസമായിട്ട് നമ്മളുടെ ഒരു ബ്രേക്ക് ഈവനെ ഡിവൈഡ് ചെയ്ത് ഓരോ ദിവസവും നമ്മൾക്ക് ഉണ്ടാക്കേണ്ട എമൗണ്ട് എത്രയാണെന്ന് മനസ്സിലാക്കി നമ്മൾ ഓരോ ദിവസവും അത് അച്ചീവ് ചെയ്തിട്ട് വീട്ടിലേക്ക് വരുന്ന ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബിസിനസ്സുകൾ എന്തായിട്ട് വരാൻ പറ്റും, ഒരു ലയബിലിറ്റി ആകാതെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ അതും നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു പോകാം. അപ്പോൾ നമ്മളൊരു നല്ല കടക്കണിയിലാണ്, അതാണ് ഇപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും പ്രശ്നം. അപ്പോൾ ഈ കടക്കണിയിൽ നിന്ന് പുറത്തു വരാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നത്. ഒന്ന്, നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഒരു കടക്കണിയിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് മനസ്സിലാക്കുക. ഞാനിപ്പോൾ ഒരു കടക്കണിയിലാണ്, എനിക്ക് ശരിക്കും എന്തൊക്കെ ആദ്യമേ നമ്മളത് റിയലൈസ് ചെയ്യുക. കാരണം വെച്ചാൽ എന്ത് സാധനം ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പിന്നെയും മിസ്റ്റേക്കുകൾ ചെയ്യുന്നതിൻ്റെ കാര്യം ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ നമ്മൾ ഈ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാക്കി അതിനെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ് നമ്മൾ വീണ്ടും മിസ്റ്റേക്കുകൾ ആവർത്തിച്ച് ചെയ്യുക. അപ്പം നമ്മളൊരു കടക്കെണിയിലാണെങ്കിൽ നമ്മൾ മാനസികമായിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യണം. കാര്യം ഞാനൊരു കടക്കെണിയിലാണ്, അതുകൊണ്ട് തന്നെ എനിക്കൊരു കറക്ഷൻ ആവശ്യമുണ്ട് എന്ന് ആദ്യമേ നമ്മളോട് തന്നെ പറയാം. അതിലൊരു പേപ്പറും പേനയും എടുക്കുക. ആ പേപ്പറും പേനയും എടുത്തിട്ട് നമ്മളുടെ കടങ്ങളെല്ലാം നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. നമ്മൾക്ക് എന്തൊക്കെ കടമാണ് ഇപ്പോൾ ഉള്ളത്. അത് ചിലപ്പോൾ നമ്മൾ എന്താണ് കാറിൻ്റെ ലോൺ ഉണ്ടാവും, വീടിൻ്റെ ലോൺ ഉണ്ടാവും, ക്രെഡിറ്റ് കാർഡിൻ്റെ ലോണുകൾ ഉണ്ടാവും, എഗെയിൻ നമ്മൾ കടമായിട്ട് ആൾക്കാരുടെ ഇത് വാങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ എന്തൊക്കെ ലോണുകളാണ് ഉള്ളതെന്ന് ആദ്യമേ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ലോണുകളുണ്ടാവും. എന്തൊക്കെ കടകളാണ് നമ്മളുടെ കയ്യിൽ നമുക്കിപ്പോൾ ഉള്ളതെന്നുള്ളത് നമ്മൾ നന്നായിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യും. ഈ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാവും നമ്മളിപ്പോൾ എന്താ നിൽക്കണേ എങ്ങനെയാണെന്ന്. അപ്പം പിന്നെ നമ്മളെ സംബന്ധിച്ച് അടുത്ത് നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ ഒരു ഇൻകം എങ്ങനെ ഉണ്ടെന്നുള്ളത് വളരെ നല്ല രീതിയിൽ നമ്മൾ മനസ്സിലാക്കാം. നമ്മൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഇൻകം നമ്മൾ ലോസിലാണോ അതോ പ്രോഫിറ്റിലാണോ, പ്രോഫിറ്റ് എങ്ങനെ ജനറേറ്റ് ചെയ്യാം, നമ്മുടെ സിസ്റ്റം എന്താണ്, നമ്മളിപ്പോൾ ജോലിയിൽ നിന്നാണെങ്കിൽ ജോലിയിൽ നിന്ന് എങ്ങനെ വരുന്നത്, എന്താണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നുള്ളത് നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു അവസ്ഥയും നമ്മളെ ഈ ലോണുകളെയും തമ്മിൽ നമ്മൾക്ക് എങ്ങനെ ബന്ധപ്പെടുത്തി കൊണ്ടുപോകാം എന്നുള്ളത് നമ്മൾ ചിന്തിക്കാം. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് കേട്ടോ. പലപ്പോഴും ഈ ഒരു കുടുംബനാഥനാണ് ഈ കടങ്ങളൊക്കെ വരുത്തി വെച്ച് വരണമെങ്കിൽ പലപ്പോഴും ഭാര്യയ്ക്കും മക്കൾക്കും ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ ഉണ്ടാവില്ല. അവർ ശരിക്കും ഒരു മൂഢസ്വർഗത്തിൽ എൻ്റെ അച്ഛൻ വളരെ നന്നായിട്ട് കുടുംബം കൊണ്ടുപോകണം എന്നുള്ള ചിന്തയിൽ അവരടിച്ചു പൊളിച്ചുകൊണ്ട് പോകും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഭർത്താവ് ഒരു മനുഷ്യനോട് ഇതൊന്നും പറയില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എപ്പോഴും അപ്രതീക്ഷിതമായ എന്തും കടന്നു വരാം. കാര്യം ഇന്ന് നമ്മളുണ്ട്, നാളെ നമ്മളില്ലാത്തൊരവസ്ഥ വരാം.
ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പോലും എൻ്റെ കുടുംബം പെരുവഴിയിലേക്ക് ഇറങ്ങാനായിട്ട് ഞാനൊരു കാരണക്കാരൻ ആവരുത് എന്നൊരു ചിന്ത എപ്പോഴും നമ്മളുടെ മനസ്സിലുണ്ട്. അപ്പം അതിനൊന്നാമത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കടക്കെടിയിലാണെങ്കിൽ ഭാര്യയോടും മക്കളോടും വളരെ ക്ലിയർ ആയിട്ട് തുറന്നു പറയാനായിട്ടുള്ള മനസ്സ് എന്തും ആയിക്കോട്ടെ. അവർക്ക് ചിലപ്പോൾ വിഷമം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, അവർ ചിലപ്പോൾ നിങ്ങളെ പഴകി നിങ്ങൾ ഇത്രയും കഴിവില്ലാത്തൊരു മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷെ എങ്കിൽ പോലും ഒരു മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമ്മളുടെ ഫാമിലിയെ നമ്മൾ അറിയിക്കുക എന്നുള്ളത് ഒന്നാമത്തെ പ്രമാണം. കാര്യം ഞാൻ ബിസിനസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ ഒരു ബിസിനസ്സിൽ ഞാൻ എൻ്റെ മക്കൾ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ എൻ്റെ ബിസിനസ്സിൻ്റെ ലാഭമാണോ നഷ്ടമാണോ കടമുണ്ടോ എല്ലാം ഞാൻ എൻ്റെ മക്കളോട് പറയാറുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് കണ്ടൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ അവരോട് പറയുമ്പോഴൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും അവരെന്താ ജീവിക്കുന്നത് ഇങ്ങനെയൊക്കെ സ്ട്രെസ്ഫുൾ ആയിട്ടാണ്. ഒന്ന് നമ്മളെ നന്നായിട്ട് ജോലി ചെയ്യാനായിട്ട് അവർ അനുവദിക്കും. കാര്യം അവർക്കറിയാം പപ്പയും മമ്മിയും പോണത് വെറുതെ അല്ല, നമ്മൾക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്, നമുക്ക് ഇങ്ങനെ നന്നായിട്ടൊക്കെ ജീവിച്ച് പോകണമെങ്കിൽ അവർ ജോലി ചെയ്യണം എന്നുള്ളൂ. അപ്പം നമ്മളൊന്ന് അവർ ജോലി ചെയ്യാനായിട്ട് അനുവദിക്കും. അവർ ആവശ്യമില്ലാത്ത പർച്ചേസുകളും ആവശ്യമില്ലാത്ത അവരുടെ ഇങ്ങനെ അനാവശ്യ ചെലവുകളുമായിട്ട് അവർ നമ്മുടെ അടുത്തേക്ക് വരില്ല. ഒപ്പം അവരുടെ ജീവിതത്തിൽ അവർക്ക് ജോലി ചെയ്ത് അല്ലെങ്കിൽ ഒരു ജോലി കണ്ടുപിടിച്ച് ജീവിക്കണം, പഠിക്കണം എന്നുള്ളൊരു ബോധ്യവും അവർക്കതുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു തീരുമാനം അത് കുടുംബത്തെ നിങ്ങൾ അറിയിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ ഈ ഒരു വീഡിയോ 2 ഭാഗം 3 ഭാഗമൊക്കെ ആയിട്ട് എനിക്ക് കിട്ടുക. ഞാൻ ഇന്നൊരു നല്ല മൂഡായതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറയുവാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർ അത് കാണുന്ന ഒരു ലെവലിലേക്ക് പോവുകയും അപ്പോൾ എന്താ ഒത്തിരി കടം എടുക്കുകയും ആ കടമെല്ലാം അടച്ച് തീർത്തുള്ളൊരു എക്സ്പീരിയൻസ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് കാരണം. ഞാൻ ഒത്തിരി ആൾക്കാരോട് സംസാരിക്കുമ്പോൾ എല്ലാവരും ഒത്തിരി പ്രശ്നത്തിലാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാർക്കെങ്കിലും ആ ഒരു കടത്തിൽ നിന്നൊക്കെ മോചനം കിട്ടി സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് അവർക്ക് പറ്റുവാണെങ്കിൽ ഞാൻ വളരെയധികം സന്തോഷമുണ്ട്. കാര്യം അവർക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട് ഈ ഒരു വീഡിയോ സഹായിക്കുവാണെങ്കിൽ അതാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം കേട്ടോ. അപ്പം ഞാൻ ഒന്നാമത്തെ കാര്യം പറഞ്ഞു, നിങ്ങളെ കടം ലിസ്റ്റ് ചെയ്യുക. 2 ശരിക്കും നിങ്ങളത് കുടുംബത്തോട് നിങ്ങൾ സംസാരിക്കുക. കാര്യം അവരെ ഒരു ലാസ്റ്റ് ഒരു മൂഢസ്വപ്നത്തിലാക്കാതെ അവർ റിയാലിറ്റി എന്താണെന്ന് അവർ മനസ്സിലാക്കിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടത്തിൽ ചെറിയ കടങ്ങൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടച്ചു തീർക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ക്യാഷ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും ആദ്യമേ അടയ്ക്കാനുള്ള ലെവലിലേക്ക് നമ്മൾ തീരുമാനിക്കുക. അപ്പോൾ അതെന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കടങ്ങൾ കുറച്ച് കടമെങ്കിലും ഇതിൽ നിന്ന് അടച്ചു തീർക്കുമ്പോഴത്തേക്കുള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മൈൻഡിന് നമ്മുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിനെ പറ്റി ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഈ സബ് കോൺഷ്യസ് മൈൻഡിന് ഭയങ്കര പവർഫുള്ളാണ്. അപ്പോൾ ഒരു ടെൻഡൻസി ഓരോന്ന് അടച്ചു തീർക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കിട്ടും, ഒരു മോട്ടിവേഷനാണ്. ബാക്കിയുള്ള കടകൾ വേഗം അടച്ചു തീർക്കാമെന്നുള്ളൊരു ചിന്ത നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനും കോൺഷ്യസ് മൈൻഡിനും കൊടുക്കാനായിട്ട് ഈ ഒരു ആക്ടിവിറ്റി വെച്ചിട്ട് നടക്കും. അപ്പോൾ അത് നമ്മൾക്ക് പറ്റുവാണെങ്കിൽ ഒരു കടമെങ്കിലും നമ്മളത് അടച്ചു തീർക്കുക. രണ്ടാമത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കുക നമ്മളുടെ ഒരു ഇൻകം വെച്ചിട്ട് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അതിനൊപ്പം ഇൻട്രസ്റ്റ് റേറ്റുകളെ പറ്റി നോക്കുക. ഹയർ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ബാങ്കിലൊക്കെ പോയി സംസാരിച്ചിട്ട് ആ ഇൻട്രസ്റ്റ് ഇങ്ങനെ ചെറിയ ലോണുകളൊക്കെയാണ് വെച്ചേക്കുന്നതെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഹൗസിംഗ് ലോണിലേക്ക് ഒന്ന് എൻഹാൻസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ അവരെ ഒന്ന് അപ്രോച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബാങ്കിലേക്ക് ടേക്ക് ഓവർ പോലെ നോക്കിയിട്ടാണെങ്കിൽ പോലും നമ്മൾ ഈ ചെറിയ ലോണുകളെല്ലാം കൂടി ഒന്ന് ഇതിലേക്ക് അങ്ങ് കയറ്റിയിട്ട് ഒറ്റ ലോണാക്കി മാറ്റാൻ പറ്റുവാണെങ്കിൽ കുറച്ച് എളുപ്പമാണ്. അപ്പോൾ ആദ്യം വേണേൽ അതിലേക്കൊന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരാളെ സംബന്ധിച്ച് 30 lakhs ലോണുണ്ട്. അത് കൂടാതെ എല്ലാ ലോണുകളും കൂടി ലൊട്ടിലൊടുക്കായിട്ട് 20 ലക്ഷം കൂടി ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അയാളുടെ സാലറിയും അയാളുടെ ഒരു മറ്റേ സിബിൽ സ്കോറൊക്കെ വെച്ചിട്ട് അയാൾക്കൊരു 50 lakhs ലോൺ എടുക്കാനായിട്ട് കപ്പാസിറ്റി ഉള്ള ഒരാളാണെങ്കിൽ അയാൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഹൗസിംഗ് ലോണിനെ 50 lakhs ആക്കിയിട്ടങ്ങ് എൻഹാൻസ് ചെയ്യും. എന്നിട്ട് ഈ 20 lakhs ഹയർ ഇൻട്രസ്റ്റിലുള്ള ലോണുകളെല്ലാം കൂടി നേരെ അതിലേക്ക് ടോപ്പ് ചെയ്ത് കയറ്റിയിട്ട് ഈ ലോണുകളെല്ലാം ക്ലോസ് ചെയ്യാം. എന്നിട്ട് ആ ലോൺ അടയ്ക്കുന്ന ഒരു പോയിന്റിലേക്ക് മാറുക. അപ്പോൾ എന്താ ഗുണമെന്ന് പറഞ്ഞാൽ ഒന്നും നമ്മളെ സംബന്ധിച്ച് നമുക്ക് പേടിക്കേണ്ട അവസ്ഥയില്ല. നമ്മുടെ ഇൻട്രസ്റ്റ് നമുക്ക് സേവ് ചെയ്യും. എഗെയിൻ നമ്മൾക്ക് ഒരു ഒറ്റ ലോണിന് നമുക്ക് ഹാൻഡിൽ ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു ആംഗിളിലേക്ക് നോക്കാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് നോക്കാം. എഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ കയ്യിൽ ആവശ്യമില്ലാതെ ലോക്കറിൽ ഇരിക്കുന്ന ഗോൾഡ്, കുറച്ച് ഗോൾഡ് വിറ്റിട്ട് നമ്മൾ കുറച്ച് ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മളത് ആലോചിച്ചോളൂ. കാര്യം ഒരു ആവശ്യമില്ലാതെ ഇങ്ങനെ ഗോൾഡുകൾ കൊണ്ട് ലോക്കറി വെക്കിച്ച് ആ ലോക്കറിൻ്റെ കാശ് കൊടുക്കുന്നതിനേക്കാൾ ബെറ്ററാണ് നമ്മൾക്ക് ഈ ഒരു ലോൺ ഇങ്ങനെ അടച്ചു തീർക്കാൻ പറ്റുവാണെങ്കിൽ അത്.
അല്ലെങ്കിൽ നമ്മളുടെ ഒരു സ്ഥലത്തിൽ ഒരു 5 സെന്റ് സ്ഥലം കൊടുത്ത് അല്ലെങ്കിൽ 2 സെന്റ് സ്ഥലം കൊടുത്ത് ഈ ലോൺ തീർക്കാൻ പറ്റുവാണെങ്കിൽ അതും ആലോചിക്കാം. അങ്ങനെ എന്താണ് നമ്മൾക്ക് ആവശ്യമില്ലാതെ ഇരിക്കുന്നത് ആ കാര്യങ്ങൾ അങ്ങ് കൊടുത്തിട്ട് ഈ ലോണുകൾ ക്ലോസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കാം. പിന്നെ എന്താ ചെയ്യേണ്ടത്? പിന്നെ ഫാമിലി എല്ലാവരോടും കൂടി ഇങ്ങനെ വിളിക്കാം. നമ്മളുടെ എക്സ്പെർട്സുകൾ എന്തൊക്കെയാണെന്ന് എല്ലാവരോടും ഒന്ന് ചർച്ച ചെയ്തിട്ട് നമ്മളൊരു ബഡ്ജറ്റ് ഉണ്ടാക്കാം. നമ്മളുടെ ആവശ്യമുള്ള കാര്യങ്ങളെ പറ്റി ഒരു പക്ക ബഡ്ജറ്റ് ഉണ്ടാക്കുക. ആ ബഡ്ജറ്റ് വെച്ചിട്ട് തന്നെ നമ്മൾ വർക്ക് ചെയ്യുക. എങ്ങനെ ഓരോ മാസവും മന്ത് കഴിയുമ്പോൾ ഈ കണക്ക് എഴുതിയെന്ന് പോവുക. കണക്ക് എഴുതിയിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. നമ്മൾ എന്തൊക്കെയാണ് ബഡ്ജറ്റിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തത്. ആ ഡീവിയേറ്റ് ചെയ്തിട്ട് നമ്മൾ തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട് നമ്മൾ അടുത്തതിലേക്ക് നമ്മളത് എന്താണ് ഇനി ചെയ്യില്ല എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ നമ്മൾക്ക് എക്സ്പ്ലനേഷൻ ഉള്ള കാര്യമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ അത് ആ ഒരു രീതിയിലേക്ക് വരിക. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ ഒരു മിഡിൽ ക്ലാസ് ആൾക്കാരാണെങ്കിൽ നമ്മൾ ശരിക്കും ഈ വീടിൻ്റെയൊക്കെ ലോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇൻഷുറൻസ് എടുത്തിട്ടില്ലെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇൻഷുറൻസ് എടുക്കുക. എഗെയിൻ മെഡിക്ലെയിം പോളിസികൾ ഇല്ലെങ്കിൽ അപ്പം തന്നെ എല്ലാ മെമ്പേഴ്സിനെയും കൂട്ടിയിട്ട് ഒരു മെഡിക്ലെയിം പോളിസി മസ്റ്റായിട്ട് എടുക്കുക. അതൊരു 5 to 10 lakhs മിനിമം ലെവലിൽ എടുക്കുക. കാരണം വെച്ചാൽ ഒരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അത് പിന്നെയും കടത്തിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയാണ്. അപ്പോൾ അത് രണ്ടും ഒരു പനി വന്നു കഴിഞ്ഞാൽ ആശുപത്രി കൊടുക്കുന്ന കാശ് ഇങ്ങനെയൊക്കെ പോയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്ക് നമ്മൾ തീരുമാനിക്കാം. അത് രണ്ടും നിങ്ങൾ പെട്ടെന്ന് തന്നെ അങ്ങ് ചെയ്യുക. കാരണം വെച്ചാൽ ഇപ്പം ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബാങ്കിൽ ചെക്ക് ചെയ്യുക. ഏത് ലോൺ കാർ എടുത്താലും ഏത് ലോൺ എടുത്താലും നിങ്ങൾ അതിൻ്റെ ഒരു ഇൻഷുറൻസ് നിങ്ങൾ ലിസ്റ്റ് ചെയ്യണ ലെവലിലേക്ക് മൂവ് ചെയ്യാം. പിന്നെ കുടുംബത്തിൽ എല്ലാവരും കൂടി തീരുമാനിച്ച് ബഡ്ജറ്റ് ഉണ്ടാക്കിയിട്ട് മാത്രം ആസ് പെർ ബഡ്ജറ്റ് മാത്രം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. എഗെയിൻ നിങ്ങളുടെ വൈഫ് ഇപ്പോൾ വർക്ക് ചെയ്യാൻ പോകുന്നില്ലെങ്കിൽ അവരോട് ഒരു ജോലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണെങ്കിൽ ഒരു ജോലിക്ക് പോകാനായിട്ട് നിങ്ങൾ സംസാരിക്കുക. കഴിഞ്ഞ ഒരു ഇൻകം കൂടി വരുമ്പോഴത്തേക്കും നമ്മൾക്ക് കുറച്ചുകൂടി ബെറ്ററാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വേറെ എന്തെങ്കിലും ഒരു സൈഡ് ഇൻകം കൊണ്ടുവരാനായിട്ടുള്ള കപ്പാസിറ്റി നിങ്ങളുടെ കയ്യിൽ സ്കില്ലുണ്ടെങ്കിൽ അതും നിങ്ങൾ ആലോചിക്കുക. ജോലിയുടെ ഒപ്പം തന്നെ വേറെ എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യങ്ങളും കൂടി ആലോചിക്കുക. അപ്പോൾ സൈഡ് ഇൻകം കൂടി വന്നു കഴിഞ്ഞാൽ അതും കൂടി കുറച്ച് നല്ലതാണ്. എങ്കിൽ നല്ല കടത്തിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടൊരു എമർജൻസി ഫണ്ടും കൂടി എപ്പോഴും എടുത്തു വയ്ക്കുന്ന ലെവലിലേക്ക് മോട്ട് ചെയ്യും. കാര്യം നമ്മളെ സംബന്ധിച്ച് നമുക്ക് എപ്പോഴും എന്തെങ്കിലും വരാം. അപ്പോൾ നമ്മുടെ കുടുംബം പട്ടിണിയാവാത്ത ലെവലിലേക്ക് മൂവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ ഒരു എമർജൻസി ഒരു 3-4 മാസം നമുക്ക് കടന്നു പോകാനുള്ളൊരു കാശ് നമ്മളൊരു എമർജൻസി ഫണ്ട് പോലെ കീപ്പ് ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും മാറ്റിവെക്കാം. പിന്നെ ശരിക്കും നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ പെട്ടെന്ന് നമുക്കിപ്പോൾ വീട്ടിൽ നിന്ന് ഭാര്യയുടെ വീട്ടിൽ നിന്നോ നമ്മളുടെ വീട്ടിൽ നിന്നോ ഒക്കെ ആയിട്ട് കുറച്ച് കാശൊക്കെ കിട്ടി. ആ കാശ് കിട്ടുമ്പോൾ അപ്പം തന്നെ നമ്മളത് ആവശ്യമില്ലാത്ത കുറച്ച് സ്വർണം മേടിക്കാമെന്നോ അല്ലെങ്കിൽ നമ്മളൊരു ടൂർ പോകാമെന്നൊക്കെ വിചാരിക്കരുത്. അത് കടത്തിലേക്ക് തന്നെയാണ് അടയ്ക്കാം. കാര്യം കടം തീർന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് മൂവ് ചെയ്യാം. പിന്നെ നമ്മളെ സംബന്ധിച്ച് എന്താ ചെയ്യുക, നമ്മൾ ഈ എക്സ്പെൻസുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൺനെസറി ആയിട്ടുള്ള എക്സ്പെൻസ്, അതായത് ഇപ്പോൾ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുക, ആവശ്യമില്ലാതെ ശരിക്കും പറഞ്ഞാൽ ടൂറ് പോവുക, പിന്നെ ഇപ്പോൾ ഈ ബർത്ത്ഡേ പാർട്ടി നടത്തുക. നമ്മൾ കടത്തിലാണെങ്കിൽ ഇങ്ങനെയുള്ള എക്സ്പെൻസുകളെല്ലാം നമ്മൾ ഒഴിവാക്കണം. കാര്യം ഇങ്ങനെയുള്ള എക്സ്പെൻസുകൾ ചെയ്യുന്നത് വഴി വീണ്ടും നമ്മൾ എന്തിലേക്ക് മാറും, നമ്മളുടെ കടം കൂടിക്കൊണ്ടിരിക്കുക. കടം എടുത്തിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലേക്ക് പോകേണ്ടിയിരിക്കാം. അപ്പം അത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ലെവലിലേക്ക്. പിന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടാണ് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ മാറ്റി വയ്ക്കുക. എന്നിട്ട് ക്യാഷ് വെച്ചിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് പഠിക്കുക. കാരണം എന്താ വെച്ചാൽ ക്യാഷ് വെച്ച് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കൊരു കൺട്രോൾ വരും. അപ്പം നമ്മൾ കൂടുതൽ കടത്തിലേക്ക് പോകില്ല. അപ്പം നമ്മൾ ആ ബഡ്ജറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം മേടിക്കുന്ന ഒരു സിസ്റ്റം നമുക്ക് വരും. അപ്പോൾ അത് ക്യാഷ് കൊണ്ടുവന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാം. പിന്നെ അപ്പോൾ ക്രെഡിറ്റ് കാർഡിനോട് നമ്മളങ്ങോട്ട് ബായ് പറയാൻ ഇപ്പോൾ എനിക്ക് കുറച്ച് നാളത്തേക്ക് ക്രെഡിറ്റ് കാർഡ് വേണ്ടാന്ന് തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്യുക. അത് ആ പേഴ്സിൽ നിന്ന് മാറ്റി വെച്ചേക്കുക. പിന്നെ എന്താ, നമ്മളെ ഡെയിലി ഇൻകവും എക്സ്പെൻസും ഒക്കെ അങ്ങോട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുക, ഡെയിലി എഴുതി പോവുക. അപ്പോൾ അതിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചിലവുകൾ, അൺനെസറി ചിലവുകളൊക്കെ ഇങ്ങനെ കുറഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് വരാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒരുമിച്ചിട്ട് ഇപ്പോൾ നമ്മളൊരു കാർ മേടിക്കാൻ പോകണം, മക്കളൊക്കെ വന്നിട്ട് മറ്റേ കാർ മറിച്ച കാർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കടക്കണിയിലാക്കാൻ പറ്റും. അപ്പോൾ പക്ഷേ അച്ഛനാണ് അമ്മയാണ് ആരാണ് ആ വീട്ടിൽ അത്രയും ഡിസിഷൻ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ ഉറപ്പായിട്ട് പറയാം, നമ്മൾക്ക് ഇത് പറ്റുള്ളൂ, നമ്മളുടെ ഇൻകം ഇത്രയേ ഉള്ളൂ. ആ ഒരു ഇൻകത്തിൻ്റെ ഒരു 50-60% കൂടുതൽ എക്സ്പെൻസ് ഉണ്ടാക്കാത്ത രീതിയിലേക്കുള്ള കാര്യങ്ങൾ പോകാം. നമ്മൾക്ക് കടം വാങ്ങിയിട്ട് നമ്മൾ കാർ മേടിക്കാനോ ടൂർ പോകാനോ ഒന്നും നോക്കാതിരിക്കാം. കാശുണ്ടെങ്കിൽ നമ്മളെ ക്യാഷ് കൂട്ടി വെച്ചിട്ട് ഒരു ചിട്ടിയൊക്കെ ചേർന്ന് ആ ക്യാഷ് എടുത്ത് വെച്ചിട്ട് നമ്മൾ ചേർത്ത് മേടിച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല.
അപ്പം നമ്മൾക്ക് എന്താണ് അഫോർഡബിൾ ആവുന്നത് അതിലേക്ക് നമ്മൾ പോകട്ടെ. നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനെയോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ആൾക്കാരൊന്നും നമ്മൾ നോക്കണ്ട. നമ്മളുടെ സമാധാനവും സ്വസ്ഥതയും ഒക്കെ നമ്മളാണ് കാത്തു സൂക്ഷിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവർക്ക് അതിന് യാതൊരു കൺട്രോളും ഇല്ല. അപ്പോൾ അത് നമ്മൾ ബുദ്ധിപൂർവ്വം നമ്മൾ തീരുമാനിക്കുക. നമ്മുടെ ജീവിതം നമ്മുടെ മാത്രമാണ്. ഒരു കടക്കണി പോയിട്ട് ഈ ഒരു ആ അടിമത്തത്തിലേക്ക് പോകാനായിട്ട് ഞാൻ എന്തായാലും റെഡിയല്ല എന്നുള്ളൊരു തീരുമാനമില്ലേ, അതുകൊണ്ട് ഉറപ്പായിട്ടും എടുക്കുക. എന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇങ്ങനെ എന്താണ് മുണ്ടൊക്കെ മുറുക്കി കൊടുത്തിട്ടാണെങ്കിൽ പോലും ഈ കടം തീർത്തിട്ട് ബാക്കിയുള്ള കാര്യം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ലൈഫ് സ്റ്റൈല് നമ്മൾ കൊണ്ടുപോവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചൊക്കെ വരുവാണെങ്കിൽ നിങ്ങളുടെ ഒരു വരുമാനത്തിൻ്റെ ഒരു 50-60% കൂടുതൽ ചിലവാക്കാത്തൊരു രീതിയിലേക്ക് പിന്നെ അതൊന്ന് പ്രാക്ടീസ് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ട് മൂവ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കടം കെണിയിൽ വീഴാതെ അല്ലെങ്കിൽ മക്കളെ ആ ഒരു കടമെടുത്ത് ഇങ്ങനെ ജീവിക്കുന്ന രീതി പഠിപ്പിക്കാതെ ഒക്കെ മുന്നോട്ട് പോകാനായിട്ട് ഓരോ അച്ഛനും അമ്മയൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. കഴിച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് നന്നായിട്ട് സന്തോഷിക്കാൻ പറ്റും, ചിരിക്കാൻ പറ്റും, നമ്മളുടെ മക്കളിലോട് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഒപ്പം അവരെ നമ്മൾക്ക് ഒരു സ്വസ്ഥമായിട്ട് സ്ട്രെസ് ഫ്രീ ആയിട്ടൊക്കെ ജീവിക്കാനായിട്ട് പറ്റും. കാരണം ഈ കടമെടുത്ത് ആ പലിശ കൊടുത്ത് ഇങ്ങനെ പെരുകി 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 ഇങ്ങനെ നിറയിക്കുന്നേക്കാളും നല്ലത് എന്താ, നമ്മൾക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു നമ്മളുടെ പഴയ സംസ്കാരത്തിലേക്ക് നമ്മളങ്ങ് തിരിച്ചു പോവുക. എന്നിട്ട് നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുക. നമ്മൾക്ക് ഒരു കാരണവശാലും കടക്കാരനെ അല്ലെങ്കിൽ ഒരു കടക്കാരനായിട്ട് ഞാൻ ജീവിക്കില്ല എന്നുള്ളൊരു തീരുമാനം ഉറപ്പായിട്ട് എടുക്കുക. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും കടകളൊക്കെ അടച്ചു തീർക്കാനായിട്ടുള്ള ഒരു ഊർജം നിങ്ങൾക്ക് കിട്ടട്ടെ, ഒരു തീരുമാനം എടുക്കാനായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you.